റോസ്മേരി വാട്ടർ ആണോ അതോ റൈസ് വാട്ടർ ആണോ നമ്മുടെ മുടിക്ക് നല്ലത്? ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്ക് അങ്ങനെ സംശയം ഉണ്ടാവും, റോസ്മേരി യൂസ് ചെയ്യണോ അതോ റൈസ് വാട്ടർ വേണോ, ഏതാണ് എൻ്റെ മുടിക്ക് നല്ലതെന്ന്. രണ്ടും തന്നെ മുടി വളരാനായിട്ട് നല്ലതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഏതാണ് നമ്മളുടെ ഹെയർ ടൈപ്പിന് കറക്റ്റായിട്ട് ചേരണേന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേ, വേഗം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്കും കമൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഈ വീഡിയോ ഫുൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേ, വേഗം ഒരു ലൈക്ക് ഇതാ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഞാൻ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യണം കേട്ടോ. സൺലൈറ്റ് അടിയാതുകൊണ്ടാണെന്നുള്ള ഒരു ചെറിയ വേറൊരു വൈബിലിരിക്കണം. നിങ്ങൾക്ക് ഈ ക്യാമറ സെറ്റിംഗ് ഇഷ്ടമായെന്ന് പറയും. ഇത് പിന്നെ മേക്കപ്പ് വീഡിയോസ് ഒന്നും അല്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മളിങ്ങനെ വർത്താനം പറയുന്ന പോലത്തെ ഇൻഫോർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് റോസ്മേരി വാട്ടർ അതുപോലെ തന്നെ റൈസ് വാട്ടർ എന്നുള്ളത് നോക്കാം. റോസ്മേരി വാട്ടർ എന്താണെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ തന്നെ കുറേ വീഡിയോസ് അതിനെപ്പറ്റി ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഒന്നും കൂടി പറയാം. റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റിമുലേറ്റിംഗ് കൈൻഡ് ഓഫ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളുടെ സ്കാൽപ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മൊത്തത്തിൽ നമ്മളുടെ ഹെയറിനെ ഒന്ന് ഗ്രോ ചെയ്യിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരു വാം നേച്ചറിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു റോസ്മേരി. ഇനി റൈസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ റിച്ച് ഇൻ അമിനോ ആസിഡ്സ്, അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള, അതുപോലെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മളുടെ ഹെയറിൻ്റെ ഷാഫ്റ്റിനെ ഇല്ലെങ്കിൽ ക്യൂട്ടിക്കിൾസിനെ ക്ലോസ് ചെയ്യാനായിട്ടും, അതുപോലെ എന്താ പറയുക, നമ്മുടെ മൊത്തത്തിൽ സ്ട്രാൻഡ്സിനെ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല ഷൈനി ആക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു റൈസ് വാട്ടർ. നിങ്ങൾ നമ്മുടെ മുന്നത്തെ സ്ട്രൈറ്റനിങ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, DIY രീതിയിലുള്ള നമ്മളുടെ മുടിയുടെ ടെക്സ്ചറിനെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര കേളി ഹെയർ ഉള്ളവരാണ്, നിങ്ങളുടെ മുടിയുടെ ആ ഒരു കേളി പാറ്റേൺ മാറ്റിയിട്ടൊന്ന് സ്ട്രെയിറ്റിലോട്ട് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു റൈസ് വാട്ടർ. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് തമ്മിലുള്ള, അല്ലെങ്കിൽ എന്താണ് ഇത് രണ്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എങ്ങനെയാണ് ഇത് രണ്ടും ഉണ്ടാക്കണേ എന്നുള്ളത് നോക്കിയാലോ. റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കുക, നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിനകത്തോട്ട് നമ്മൾ റോസ്മേരി ആഡ് ചെയ്യുക. റോസ്മേരി ആഡ് ചെയ്തിട്ട് സിമ്മിലിട്ട് അത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ തിളപ്പിക്കുക. അത് കഴിയുമ്പോൾ ഒരു യെലോയിഷ് കൈൻഡ് ഓഫ് ഒരു വാട്ടർ കിട്ടും. അത് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിലാക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊരു 1 to 2 weeks വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ റൈസ് വാട്ടർ ഉണ്ടാക്കണം എങ്ങനെയാണ്? കുറച്ച് അരി എടുക്കുക, പച്ചരി എടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. കുറച്ച് പച്ചരി എടുക്കുക, എന്നിട്ട് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിലിടുക. ഈ പച്ചരി ഒന്ന് കഴുകി അതിൻ്റെ പുറമേയുള്ള അഴുക്കുകളൊക്കെ കരടൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഓവർ നൈറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം. നിങ്ങളൊരു 24 hour വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത് ഫെർമെൻറ്റഡ് ആവും. എന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്യുക, എന്നിട്ടൊരു ബോട്ടിലാക്കുക. ഇതും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു 1 to 2 weeks നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ റോസ്മേരി വാട്ടറും അതുപോലെ തന്നെ റൈസ് വാട്ടറും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ രണ്ടും ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറയാം. റോസ്മേരി വാട്ടർ നിങ്ങൾ നിങ്ങളുടെ മുടി വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണ്, നന്നായിട്ട് ഹെയർ ഗ്രോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ ഹെയർ തിന്നിങ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ടു സ്കാൽപ്പ് ഇഷ്യൂസ് ഉള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി. കാരണം റോസ്മേരി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്, നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ തലയിൽ കൂട്ടാനായിട്ട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ മുടി നല്ലോണം വളരും, പുതിയ മുടികൾ കിളിർക്കും. അതല്ല എന്തെങ്കിലുമൊക്കെ ഇച്ചിനെസ് ഉണ്ട് നമ്മളുടെ സ്കാൽപ്പിൽ എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി. ഇനി നിങ്ങൾ റൈസ് വാട്ടർ ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൽപ്പ് ഒന്ന് കൂൾ ഡൗൺ ആക്കണം. ഭയങ്കര ഒരു കാമിങ് വേണം നിങ്ങളുടെ സ്കാൽപ്പിനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഭയങ്കര സ്ട്രെസ്ഡ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്, അതുപോലെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ, അതായത് ഈ തലയോട്ടിയിൽ നിന്നുള്ള ഇങ്ങനത്തെ മുടിയിൽ, ആ മുടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ മുടി പെട്ടെന്ന് നിങ്ങൾക്ക് കരവര ടെക്സ്ചറായിട്ടിരിക്കുകയാണ്, ഫ്രിസി ആയിട്ടിരിക്കുകയാണ് പെട്ടെന്ന്, അതായത് നമ്മുടെ മുടിയുടെ സ്ട്രാൻഡ്സിൽ ഉണ്ടാകുന്ന എന്ത് ഇഷ്യൂസും, അതിപ്പോൾ നമ്മളുടെ മുടി ഇങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോണ പോലത്തെ മുടിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസ് വാട്ടർ ട്രൈ ചെയ്യാം. മുടി ഒന്ന് സ്മൂത്തൻ ആക്കണം, മുടി ഒന്ന് സോഫ്റ്റൻ ആക്കണം, മുടി നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് അങ്ങനെയൊക്കെ കിടക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് റൈസ് വാട്ടർ.
സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്കാൽപ്പ് റിലേറ്റഡ് ഇഷ്യൂസിന് റോസ്മേരി യൂസ് ചെയ്യുക, സ്ട്രാൻഡ്സ് റിലേറ്റഡ് ഇഷ്യൂസിന് റൈസ് വാട്ടർ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണ് റോസ്മേരി യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് റൈസ് വാട്ടർ യൂസ് ചെയ്യേണ്ടതെന്ന്. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോണത് ആർക്കൊക്കെയാണ് റോസ്മേരി യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, അതുപോലെ റൈസ് വാട്ടറും ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. നിങ്ങളുടെ സ്കാൽപ്പ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ്മേരി യൂസ് ചെയ്യരുത്. കാരണം ഈ റോസ്മേരി ഞാൻ പറഞ്ഞില്ലേ, ഒരു വാർമിംഗ് നേച്ചറിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ്. അതായത് നമ്മുടെ ബ്ലഡിനെയൊക്കെ ഇങ്ങനെ തെറിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന പോലത്തെ എന്തൊക്കെയാണോ പറയുന്നത്, അങ്ങനെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ഫയർ നേച്ചറിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്കാൽപ്പ് ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കാൽപ്പ് നമുക്ക് തൊടുമ്പോഴേക്കും തന്നെ ഒരു വാർമിംഗ് നേച്ചറിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനത്തെ ഉള്ള നേച്ചറിലുള്ള സ്കാൽപ്പുള്ള അടുത്തോട്ട് നിങ്ങൾ വീണ്ടും വാർമിംഗ് നേച്ചറിലുള്ള റോസ്മേരി യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ മൈഗ്രെയിൻ ടെൻഡൻസി കൂടുതലുള്ള ആളുകളാണ്, ഇങ്ങനെ മണങ്ങൾ കേൾക്കുമ്പോഴേക്കും ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തലവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അരോമയാണല്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ നീരിറങ്ങുന്ന പോലത്തെ ആളുകളൊക്കെയാണ്. അതുപോലെ നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ pH ഭയങ്കര ആൽക്കലൈൻ സൈഡിലാണ്. ഇപ്പോൾ ചിലവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് സ്കാൽപ്പ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിലിരിക്കുന്ന സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ്മേരി യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ കളർ ചെയ്തിട്ടുള്ള ആളുകളാണ്, കെമിക്കലി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള സ്ട്രൈറ്റനിങ്, കെരാട്ടിൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി അവോയ്ഡ് ചെയ്യുക. കാരണം കളർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളർ ഫെയ്ഡ് ആവും. അതുപോലെ നിങ്ങൾ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൂത്തനിങ് ഹെയറിൻ്റെ ബോണ്ട് മാറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ഇവിടെ നിന്ന് വളരുമ്പോഴേക്കും എന്ന് വെച്ചാൽ ഇവിടെ വേറെ ടെക്സ്ചറും ഇവിടെ വേറെ ടെക്സ്ചറും പെട്ടെന്ന് മുടി വളരും. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരും റോസ്മേരി യൂസ് ചെയ്യണത് അവോയ്ഡ് ചെയ്യണതാണ് ബെറ്റർ. ഇനി ആർക്കൊക്കെ റൈസ് വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഹെയർ സ്ട്രാൻഡ്സ് വന്നിട്ട് ലോ പോറോസിറ്റി ആണ്. അതായത് നിങ്ങളുടെ മുടിയിലോട്ട് വെള്ളം കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റൈസ് വാട്ടർ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്ക് ആഴ്ചയിൽ 1-2 തവണയൊക്കെ യൂസ് ചെയ്താൽ പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് തവണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് നമ്മളുടെ മുടിയിൽ ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളും റൈസ് വാട്ടർ യൂസ് ചെയ്ത്, റൈസ് വാട്ടറിൽ റിച്ച് ഇൻ പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. സ്പെഷ്യലി നിങ്ങൾ ലോ പോറോസിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ റൈസ് വാട്ടർ, ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ, അതായത് ഇങ്ങനെ തിന്നായിട്ടുള്ള റൈസ് വാട്ടർ. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിക്കാണ്, ഭയങ്കര കുറച്ചും കൂടി നിങ്ങളുടെ കെമിക്കലി ട്രീറ്റഡ് ആയിട്ട് മുടി ഡാമേജ്ഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കഞ്ഞിവെള്ളം. കാരണം അത് നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ ആയതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സ്ട്രാൻഡ്സിനൊക്കെ ഒന്ന് കയറി റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ ലോ പോറോസിറ്റി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണ്, ഭയങ്കര ഫൈൻ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസ് വാട്ടർ അവോയ്ഡ് ചെയ്യാം. കാരണം റൈസ് വാട്ടർ ഇട്ട് കഴിയുമ്പോഴേക്കും കുറച്ച് ഇങ്ങനെ ഒരു സ്ട്രിങ് പോലെ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോ പോലെയൊക്കെ നമ്മളുടെ മുടി ഇങ്ങനെ ഒരു ചകിരി എന്നല്ല, വൈക്കോല് പോലെ അങ്ങനത്തെ ഒരു ടെക്സ്ചറിലോട്ട് നമ്മളുടെ മുടി വരും, ഫൈൻ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫൈനായിട്ടും തിന്നായിട്ടുള്ളവരും റൈസ് വാട്ടർ അവോയ്ഡ് ചെയ്യാനാണ് ബെറ്റർ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത്ര കണ്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുന്നതാണ് നല്ലത്. റൈസ് വാട്ടർ എല്ലാവർക്കും എല്ലാം ചേർത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫൈൻ ആൻഡ് തിൻ ഹെയർ ആയിട്ടുള്ളവർ റൈസ് വാട്ടർ അവോയ്ഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഹെയർ കളേർഡ് ആണ്, അതുപോലെ നിങ്ങൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറയാൻ തുടങ്ങും. അതായത് കളറാണെങ്കിൽ കളർ ഫെയ്ഡ് ആവും, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആവും. ഇനി നിങ്ങൾ കെരാട്ടിൻ ചെയ്ത് മുടി സ്ട്രെയിറ്റ് ആക്കിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്മൂത്ത് ആക്കിയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിന് ചേഞ്ച് ആക്കാനായിട്ട് കാരണമാവും. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് റൈസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർ അത് പോകണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ റൈസ് വാട്ടർ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഡ്രൈ ഹെയർ ഉള്ളവർക്ക് യൂസ് ചെയ്യുക, ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇത് നമ്മുടെ ഡ്രൈ സ്കാൽപ്പിനെ ഒന്നും ചെയ്യില്ല, ഒന്ന് കൂൾ ഡൗൺ ആക്കും, ഒന്ന് കാം ഡൗൺ ആക്കും എന്നല്ലാണ്ട് ആ ഒരു ഡ്രൈ സ്കാൽപ്പിനെ മാറ്റാനായിട്ട് ഒന്നും തന്നെ റൈസ് വാട്ടർ ചെയ്യില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈസ് വാട്ടറിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് അലോവേറയും കൂടിയിട്ട് എടുക്കുക. ഈക്വൽ പ്രൊപ്പോർഷനിൽ അലോവേറയോ അതല്ലെങ്കിൽ ഫ്ലാക്സീഡോ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പിൻ്റെ ഇഷ്യൂസ് കുറയ്ക്കാൻ പറ്റും. അല്ലാതെ റൈസ് വാട്ടർ മാത്രമായിട്ട് നമ്മുടെ ഡ്രൈ സ്കാൽപ്പിന് ഒന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കും ഇതത്ര കണ്ടിട്ട് സൂട്ടബിൾ ആയിരിക്കില്ല. ഇനി ഞാൻ കുറച്ച് റോസ്മേരി വാട്ടറും അതുപോലെ
റൈസ് വാട്ടർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിൽ ഏതൊക്കെയാണ് നല്ലതെന്നുള്ളത് പറയാം. ഞാൻ 2 ഓപ്ഷൻസ് പറയാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇല്ലെങ്കിൽ ഈ സൈഡിൽ ടാബിനകത്തോ കൊടുത്തേക്കാം. ടാബിലല്ലോ, പ്രൊഡക്റ്റ് ടാഗിനകത്തോ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റോസ്മേരി വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ അത്യാവശ്യം നല്ല റോസ്മേരി വാട്ടറാണ്. പിന്നെ ഈ ഒരു ബെയർ അനാറ്റമിയുടെ റോസ്മേരി വാട്ടറും നല്ലതാണ് കേട്ടോ. പിന്നെ എപ്പോഴും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യുന്ന റോസ്മേരി വാട്ടറാണ്, ഇങ്ങനെ സ്റ്റോർ ബോർഡിനെക്കാട്ടിലും. കാരണം അതിനകത്ത് കുറച്ചും കൂടി നാൾ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് ബെറ്റർ നമ്മൾ വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഉണ്ടാക്കാൻ മടിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യാം, അതും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി റൈസ് വാട്ടറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആപ്സ് ഗുഡ്നെസ്സിന് റൈസ് വാട്ടറിൻ്റെ ടോണറല്ലോ ഹെയർ സ്പ്രേയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബെയർ അനാറ്റമിയുടെ ഇതിനകത്തും റൈസ് വാട്ടറും ഉള്ളതാണ്. അതായത് റോസ്മേരിയും റൈസ് വാട്ടറും കൂടി ഉള്ളതാണ്. ഈ റൈസ് വാട്ടറിൻ്റെ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടോ, റൈസ് വാട്ടർ സ്പ്രേ പോലും അവൈലബിൾ ആണോ കടയിൽ നിന്ന് മേടിക്കാനെന്ന്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോഴേക്കും വലിയ കുഴപ്പമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷേ ഇതിങ്ങനെ സ്റ്റോർ ബോർഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓൾവേസ് ബെറ്റർ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനാണല്ലോ കമ്പനികൾ ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടില്ലേ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 1-2 ഓപ്ഷൻസും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങളുടെ സജഷൻസ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞാലാണ് എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ എന്ത് വീഡിയോ നെക്സ്റ്റ് കാണാനായിട്ട് താല്പര്യം എന്നുള്ളത് കൂടി പറയാം. അപ്പോൾ ഇത്രയും നേരം കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇത് കാണുന്നവരെ ബൈ.